ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ബ്ലോക്സിൻ്റെ സർവൈവൽ പാർട്ട് 2 ആയിട്ടാണ്. പാർട്ട് 1 പറഞ്ഞ പോലെ നമ്മൾ ഇന്നൊരു ബേസും കാര്യങ്ങളാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് പാർട്ട് 1 ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ എല്ലാവരും പോയി കാണാം. ഞാനവിടെ ഐ ബട്ടണിൽ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പോയി ചെക്കൗട്ടും കാര്യങ്ങളും ചെയ്യുക. അതിലാണ് നമ്മളിങ്ങനെ ഇവിടെ എത്തി, മൗണ്ടൻ്റെ മുകളിൽ ഇങ്ങനെ എത്തി ഇത്രയും സാധനങ്ങൾ ഇങ്ങനെ കിട്ടി എന്നൊക്കെ അതിലാണ് പറയണത്. സോ അതെല്ലാവരും പോയി ചെക്കൗട്ടും കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഞാൻ എങ്ങനെ എൻജോയ്മെൻറ്റ്സൊക്കെ നേടി എന്നുള്ളതൊക്കെ പറയുകയാണെങ്കിൽ, ഞാൻ വീട് പണിക്ക് വേണ്ടി കുറേ നേരമായിട്ട് ഗ്രൈൻഡിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ലൂട്ടും കാര്യങ്ങളും കിട്ടുകയാണ് അതൊക്കെ. പിന്നെ ഇത്രയും സാധനങ്ങളാണ് ഞാൻ വീട് പണിക്കായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത്. സ്ലാബ് ആ ബ്ലാങ്ക് ആവശ്യമില്ല കേട്ടോ. അത് പിന്നെ ഞാൻ എന്താ പോയ എടുത്താണ്. പിന്നെ ഇതൊക്കെ ഈ ബെഡ്, ഈ ഇൻറ്റീരിയറൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ കേട്ടോ. ലാഡർ ആവശ്യമുണ്ട്. പിന്നെ ഡോറ് മെയിനാണ്. ഡോറില്ലെങ്കിൽ വീട് ഇതിന്. പിന്നെ അത് ഗ്ലാസ്, പിന്നെ ലീഫ് ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത് തന്നെ. ഓക്കെ, പിന്നെ ഇതൊക്കെ നമുക്ക് താഴേക്ക് ഇറക്കി വയ്ക്കുക. സോ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വീട് പണിക്ക് ആവശ്യമായിട്ടുള്ളത് എന്ന് പറയണത്. സോ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കോബിൾ സ്റ്റോൺ വുഡൻ ഹൗസാണ്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മൗണ്ടൈനെ താഴേക്ക് ഇറങ്ങുകയാണ്. ഞാൻ ഇവിടെ അതിന് മുമ്പ് ഒരു ഔട്ട്ലൈനും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതാണ് ഔട്ട്ലൈനും. സോ ഞാൻ എത്ര ബ്ലോക്ക് എടുത്തു എന്നുള്ളത് ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചു തരാം. സോ എല്ലാവരും നിങ്ങളത് കാണുക. എത്ര ബ്ലോക്ക് എടുത്തെന്ന് ഇവിടെ കണ്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. സോ നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ആ ഒരു ഭാഗം മൊത്തം ക്ലിയർ ചെയ്ത് കൊടുത്ത് വീട് പണിയാൻ വേണ്ടി മാത്രമായിട്ട്. സോ നമുക്ക് നേരെ താഴേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടെ ഒരു തുരങ്കം കാര്യങ്ങൾ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ മലയുടെ അപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാട്ടോ. അതേപോലെ ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ടേക്ക് ഒരു തുരങ്കം കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടേക്ക് എത്താൻ വേണ്ടി. സോ അതേപോലെ നമ്മൾ ഇവിടെ ഉണ്ടാക്കും, ഇവിടെയും ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, എന്നാലും നമുക്ക് മല കയറി പോകണ്ടല്ലോ, നമുക്ക് നേരെ ഇത് കൂടെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീട് പണിക്ക് കിടക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കോബിൾ സ്റ്റോൺ മെസ്സി സ്റ്റോൺ എന്നൊക്കെ പറയണേ. നമ്മൾ കോബിൾ സ്റ്റോൺ എന്ന് പറയുന്നത് എന്നിട്ട് നമ്മളൊരു 9 ഹൈറ്റ് മുകളിലേക്ക് പോകാം. 3 4 5 6 7 8 9 മതി. പിന്നെ 2 ബ്ലോക്ക് ഇങ്ങോട്ടേക്ക് പോയിട്ട് പിന്നെ താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ 9 ബ്ലോക്ക് തിരിച്ച് മുകളിലേക്ക് ഒന്നുകൂടി പോകണം. എന്നിട്ടിത് 8 7 9. ഇനി നമ്മൾ ഇത് മൊത്തം ഫുള്ള് കവർ ചെയ്യുക എന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാം. ഓക്കെ, നമ്മൾ ഫുള്ളിത് കവർ ചെയ്തു. ഇനി ഒരു 2 ബ്ലോക്ക് അവിടെ വയ്ക്കുക. പിന്നെ 2 ബ്ലോക്ക് മാറിയിട്ട് ഇവിടെ ഒരു 2 ബ്ലോക്ക് പൊട്ടിക്കുക. ഓക്കെ, എന്നാൽ വാതിൽ വയ്ക്കാനാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ ഉള്ള സ്ലാബ് എടുക്കുന്നു, ഇവിടെ വയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ പ്ലാങ്ക് എടുത്ത് ഇവിടെ വയ്ക്കുന്നു, പിന്നെയും പ്ലാങ്ക് വയ്ക്കുന്നു. അല്ല, അത്രയും വേണ്ട, അത് മുറിച്ചുള്ള. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ സ്ലാബ് വയ്ക്കുന്നു, പിന്നെ ഇവിടെ പ്ലാങ്ക് വയ്ക്കുന്നു. അത് പിന്നെ ഇത് ഞാൻ എന്തൊക്കെ കാണിക്കണേ. ഓക്കെ, ഇവിടെ സ്ലാബ് വയ്ക്കുന്നു, പിന്നെ ഇവിടെ പ്ലാങ്ക് വയ്ക്കുന്നു. പ്ലാങ്ക് തീർന്നോ? അങ്ങനെ ഇല്ലല്ലോ, ഞാൻ കുറേ ഗ്രൈൻഡ് ചെയ്താണുള്ളൂ. അതെന്താ അങ്ങനെ കേട്ടോ. ഞാൻ പുറത്ത് ചെസ്റ്റിൽ പോയി നോക്കിയിട്ടില്ല. അല്ല, ഗ്രൈൻഡ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ നേരം ഇരുന്ന് കഷ്ടപ്പെട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് കേട്ടോ അങ്ങനത്തെ ഇത്രയും സംഭവങ്ങളും കാര്യങ്ങളായിട്ട്. അല്ലെങ്കിൽ ഞാൻ വീഡിയോയ്ക്ക് ഇടയ്ക്ക് പോയി ഗ്രൈൻഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ മൊത്തം ഗ്രൈൻഡ് ചെയ്തിട്ട് എടുത്തത്. പിന്നെ നമ്മൾ ഇവിടെ 2 ഓട്ട കാര്യങ്ങളും ഉണ്ടാക്കി. വാതിലൊക്കെ ഇവിടേക്ക് ഒരു റൂം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ നമ്മൾ ഒരു 4 ബ്ലോക്ക് ഹൈറ്റിൽ വന്നിട്ട് ഇത് ഫുള്ള് ഫില്ല് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ റൂഫും കാര്യങ്ങളും ഫില്ല് ചെയ്തു. ഇനി നമുക്ക് ഈ ഡോറും കാര്യങ്ങളും എടുത്തിട്ട് ഇവിടെ ഒരെണ്ണം വയ്ക്കാം, ഇവിടെ ഒരെണ്ണം വയ്ക്കാം.
ഇവിടെ ഒരെണ്ണം വയ്ക്കാം. ഈ ഗെയിമിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തുറക്കുള്ളൂ, എങ്ങനെ വെച്ചാലും ഇങ്ങനെ വരുള്ളൂ, മറ്റോണം വരില്ല വാതിൽ. അപ്പോൾ ഇങ്ങനെ ഇരിക്കട്ടെ, ഇങ്ങനെ എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, ഇനി ഇവിടെ ഒരെണ്ണം വയ്ക്കാം. ഇതിൻ്റെ മുകളിൽ ഓട്ടില്ല, ആ ഓട്ട നമ്മൾ ഗ്ലാസ് വെച്ചായിരിക്കും അടയ്ക്കുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മളൊരു ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളിങ്ങനെ അടയ്ക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിത് താഴേക്ക് വെച്ചു. ഓക്കെ, അവിടെ നമ്മൾ ഗ്ലാസും കാര്യങ്ങളും വെച്ചു. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഗ്ലാസും കാര്യങ്ങളും വയ്ക്കുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ കണ്ടോ. ഓക്കെ, അപ്പോൾ അവിടെയും ഗ്ലാസും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി പുറത്ത് നിന്നിട്ട് വിൻഡോ വെക്കണ്ടേ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചെറിയ ഒരു ലൈൻ മാത്രം മുറിച്ചിട്ട് ഇവിടെ നമ്മൊരു കുറച്ച് ഗ്ലാസും കാര്യങ്ങളും വയ്ക്കുക. അതേപോലെ തന്നെ ബാക്കി 2 സൈഡ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. വേണ്ട, പിന്നെ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ആക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞത് ഗ്രൈൻഡ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അത് വെച്ച് നമ്മൾ ചില എൻചാൻമെൻറ്റ്സിൻ്റെ ഗുണങ്ങളാണ് അതൊക്കെ. ഇപ്പോൾ ആക്സ് വെച്ച് നമ്മളിപ്പോൾ വുഡും കാര്യങ്ങളൊക്കെ മൈൻഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് XP അങ്ങനെ കൊടുക്കണ്ട. 2 XP എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അങ്ങനെ നമുക്കത് കൂടുകയും ചെയ്യും. പിക്കാക്സിലും ഉണ്ട്, പക്ഷെ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന പിക്കാക്സിൽ ആ സാധനം ഇല്ല. അതുകൊണ്ടാണ്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് വല്ല സ്ലാബൊക്കെ വെച്ച് വല്ല ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് അത് ചെയ്യാം, ഭാവിയിൽ ചെയ്യാം. പിന്നെ നമുക്കിനി ഇവിടെ ഒരു ഫാമും കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇവിടെ ഒരു ലാഡർ ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ വയ്ക്കുന്നതായിരിക്കും. ഈ ഗെയിമിൽ ഫെൻസില്ല, അതുകൊണ്ടാണ് നമ്മൾ ലാഡർ വെച്ച് ചെയ്യണത്. ലാഡർ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫെൻസിൻ്റെ ഒരു ഇതുണ്ടാവും, ഫാമിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ലാഡർ ഉപയോഗിച്ച് ചെയ്യണം. പിന്നെ നമ്മൾ ഇതിനുള്ള ഒരു ബ്ലോക്കും വയ്ക്കുക, എന്നിട്ട് ഇപ്പുറത്തൊരു ബ്ലോക്കും വയ്ക്കുക. ഇനി ഇത് പൊട്ടിച്ച് കളയാല്ലേ. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഒരു ബ്ലോക്ക് വയ്ക്കുന്നു, ഇതും പൊളിക്കുന്നു, ഇവിടെ ഒരു ബ്ലോക്ക് വയ്ക്കണം. അപ്പോൾ അതേ കണ്ട ഒരു ഫാം ലുക്ക് പോലെ ഇല്ലേ. ഇപ്പം തോന്നുന്നത് എനിക്കൊരു തൊഴുത്ത് പോലെ അതിലാട്ടെ, നമുക്കിപ്പോൾ അതിനെ ഇരിക്കട്ടെ. ഇനി ഇവിടെ ഒരു ബ്ലോക്ക് വയ്ക്കണം. നമ്മൾ എന്നിട്ട് അവിടെ ഫുള്ളൊരു ബേസും കാര്യങ്ങളാണ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു പ്ലാറ്റ്ഫോം അവിടെ നമ്മളിനെ ബിൽഡ് ചെയ്യും. ഓക്കെ, സമാധാനയുടെ ഒരു പ്ലാറ്റ്ഫോമും കാര്യങ്ങളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്നൊരു ഇത്തിരി എക്സ്റ്റെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മറ്റേ വോൾ ഉണ്ടാക്കാൻ പറ്റില്ല, മതിലും കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി ഇവിടെ ഒരു 4 ബ്ലോക്ക് ഹൈറ്റിൽ പോയിട്ട് വോളും. ഓക്കെ, നമ്മൾ ഈ പുറത്ത് വന്ന താഴേക്ക് വന്ന് ഈ ബ്ലാങ്ക് മൊത്തം എടുത്തിട്ട് ഇനി ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇവിടത്തെ ഈ ഒരു ഫ്രണ്ട് ഭാഗം മൊത്തം നമ്മൾ മുറിച്ചാളയും. അത് പണിയുമ്പോൾ അങ്ങനെ പണിഞ്ഞാലും മതി. ഞാൻ മറ്റേ ആ ഫ്ലോയിൽ അങ്ങോട്ട് വന്നപ്പോൾ അങ്ങോട്ട് ഇട്ടിട്ട് പോയതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഗ്ലാസ് എടുക്കുന്നു. ഗ്ലാസ് വെച്ച് അവിടെ ഫുൾ ഗ്ലാസ് വയ്ക്കുന്നു. ഇതേപോലെ ഗ്ലാസ് വയ്ക്കുക. ഇതിൽ പിന്നെ മറ്റേ ഗ്ലാസും തീർന്നോ ഇങ്ങനെ ഇരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫർണസ് എടുക്കണം. നമ്മൾ കുറച്ച് സാൻഡും കാര്യങ്ങളും ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേഗം തന്നെ പോയി എടുത്തു. നമ്മൾ ഇനി ഒരു 8 ഗ്ലാസ് ഉണ്ടാക്കി. ഇതിവിടെ ഒരു ആർട്ടിഫിഷ്യൽ ടേബിൾ അവിടെ വെച്ചു, ഇവിടെ ഒരു വർക്ക് ബെഞ്ച് വെച്ചു. പിന്നെ 4 ചെസ്റ്റിൽ നമ്മൾ 3 എണ്ണം ഇവിടെ വയ്ക്കുന്നതായിരിക്കും. 3 എണ്ണം ഇടി ഇരിക്കട്ടെ. ഇനി നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു പ്ലാങ്ക് വയ്ക്കണു, ഇവിടെയും വയ്ക്കുന്നു. ഇനി ടോർച്ച് എടുക്കുന്നു. ടോർച്ച് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് വയ്ക്കുന്നു. ടോർച്ച് ഉണ്ടാക്കുന്നത് പ്ലാഗും കോളും വെച്ചാണ്. പിന്നെ ഇവിടെയുള്ള അപ്പങ്ങി അവിടെ നമ്മൾ സ്ലാബ് വെച്ച് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഇവിടെ കയറുമ്പോൾ അത് ഫുൾ പ്ലാങ്കായിട്ട് തോന്നുള്ളൂ. പക്ഷേ നമ്മൾ സ്ലാബ് വെച്ചിട്ടാണ് കോബിൾ സ്റ്റോൺ കാര്യങ്ങളും മറച്ചേക്കണത് കണ്ടോ. എന്നിട്ട് നമ്മൾ ഇനി ഇതിൻ്റെ വാതിൽ വെച്ചേക്കണ ബ്ലോക്ക് നമ്മൾ പ്ലാങ്കാക്കി മാറ്റണം. ഇനി നമ്മൾ അവിടെ പിന്നെ ആ ഡോറെടുത്ത് തിരിച്ച് വയ്ക്കുന്നു.
ഓക്കെ, ഇങ്ങനെ ഇരിക്കും ഈ റൂം ഇങ്ങനെ. ഇനി പോണത് മുകളിലേക്കാണ്. മുകളിലേക്ക് പോകുമ്പോൾ ഏതോ കടച്ചിടാം. എന്നിട്ട് മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മൾ 2 കട്ടിൽ ഇങ്ങനെ ഇടാം. ഇവിടെ വെക്കണോ അവിടെ വയ്ക്കാം, ഇവിടെ ഒരെണ്ണം കൂടി വയ്ക്കാം. ഒരു മിനിറ്റ്. ഇവിടെ ഒരു അയൺ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അയൺ വെച്ച് ഉണ്ടാക്കാൻ വേണം. അത് നമ്മൾ ആ 2 ബെഡ് വെച്ച് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കിയിട്ട് തരാം. ഇല്ല, ആ ബെഡ് കൊണ്ട് ഇനി ഒരു ഉപയോഗമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. കുഴപ്പമില്ല, നമ്മൾ ഈ 3 ഉണ്ടാക്കാം. എന്നിട്ട് ഇനി പോയിട്ട് നമ്മൾ ഈ ബെഡ് പൊട്ടിച്ച് കളയാം. എന്നിട്ട് ഇവിടെ നമ്മൾ 3 നിരത്തി പിടിച്ച് വയ്ക്കുന്നു, ഒരു ഭംഗിയൊക്കെ ഇരിക്കട്ടെ. ഇനി എന്താണെന്ന് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ചെസ്റ്റും കാര്യങ്ങളുണ്ടാക്കുന്നു. 3 മതി. 3 നമ്മൾ ഇവിടെ വയ്ക്കണോ ഇവിടെ വയ്ക്കണോ അത് ഇവിടെ വയ്ക്കണോ? ഇവിടെ വയ്ക്കാം. ഓക്കെ, സോ നമ്മൾ ചെസ്റ്റും കാര്യങ്ങളും വെച്ച് ഇനി നമുക്കിവിടെ ഗ്ലാസും കാര്യങ്ങളും വയ്ക്കാം. ഇനി ഇത് ഇവിടെയും മറ്റേ പോലെ ഉണ്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയും മറ്റേ സെയിം സാധനം തന്നെ സ്ലാബ് വെച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇടയ്ക്ക് വെച്ച് ഞാൻ നിൽക്കണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ FPS കാര്യങ്ങളും വളരെയധികം കുറഞ്ഞുകൊണ്ടാണ് ഞാൻ നിൽക്കണത്. അത് അപ്പോൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ കൂടും. അതിന് വേണ്ടിയാണ് ഞാൻ നിൽക്കണത്. അല്ലെങ്കിൽ മുടിഞ്ഞലായിരിക്കും. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാൻ നിൽക്കണത് തന്നെ. ഇനി ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ചെന്നിട്ട് ഇവിടെ ഒരു ബാൽക്കണി സെറ്റ് ചെയ്യാൻ പോകണം. അങ്ങനെയായിട്ട് ഇവിടെ നമ്മൾ ലാഡർ പോലെ ഉപയോഗിക്കും. വേറെ വുഡൊക്കെ ഉണ്ട്, വേറെ ടൈപ്പ് ലാഡറൊക്കെ നമുക്ക് ഉണ്ടാക്കും. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഈ വുഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ലാഡർ ഉപയോഗിക്കണത് തന്നെ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പ്ലാങ്ക് വയ്ക്കുന്നു. പ്ലാങ്ക് അവിടെയും വെച്ചു. ഇനി നമുക്ക് ആവശ്യമുള്ളത് ടോർച്ച് എടുക്കുന്നു. ഇവിടെ വയ്ക്കുന്നു, ഇവിടെയും വയ്ക്കുന്നു, ഇവിടെയും വയ്ക്കുന്നു. ഓക്കെ, ബാൽക്കണിയും സെറ്റ്. ഇനി നമുക്ക് ടോർച്ച് വെക്കാനായിട്ടുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കട്ടെ. ഇവിടെ മതി, അത്ര മതി. പിന്നെ ഇവിടെ വെക്കേണ്ടതായിട്ടില്ല. പിന്നെ ഇവിടെ ആയിട്ട് ആടില്ല, ഇവിടെ ഇട്ട് ഒരെണ്ണം വയ്ക്കുക. ഇനി നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഈ ലീഫ് എടുത്തിട്ട്, ലീഫിൻ്റെ ഉപയോഗം ഞാൻ ഇപ്പോഴാണ് പറയണേ. നമുക്ക് ഈ വീട് ചുറ്റും നമ്മൾ ഈ ലീഫ് വെച്ച് ഇങ്ങനെ കവർ ചെയ്യും. ഈ ചെസ്റ്റ് പൊട്ടിച്ചോളാം കേട്ടോ. ഓക്കെ, നമ്മൾ ഇവിടെ ലീഫ് മൊത്തം ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇവിടെ ടോർച്ചും കാര്യങ്ങളും വയ്ക്കും. അപ്പോൾ ഇങ്ങനെ ഇരിക്കും നമ്മുടെ വീടിൻ്റെ ഔട്ട്ലുക്കും കാര്യങ്ങളെന്ന് പറയുന്നത്. കണ്ടോ, ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഔട്ട്ലുക്ക്. എങ്ങനെയുണ്ടെന്ന് ഞാൻ അഭിപ്രായം കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ നമ്മൾ ഇവിടെ ഒരു കൃഷി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫാമും കാര്യങ്ങളും ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ ഇതെന്തിനാണ് എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വെള്ളം കൊണ്ട് നിറയ്ക്കും. ഈ ഗെയിമിൽ പിന്നെ വെള്ളം ഇല്ലെങ്കിലും ഇതൊക്കെ വളർന്നോളും. വെള്ളം ഇല്ലെങ്കിലും അയ്യോ കണ്ട നേരത്തെ ആദ്യത്തെ കുഴിയാണ്. ഈ കുഴി ഞാൻ മൂടിയേക്കാണ്. ഇത് മുകളിൽ കൂടെ ഡേർട്ടൊക്കെ വെച്ച് മൂടി ബേസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. ആ കുഴിയും കാര്യങ്ങളൊക്കെ ഫുള്ള് എങ്ങനെ ആദ്യം ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ പാർട്ട് 1 പോയി കാണാം. അപ്പോൾ അതിലെല്ലാം ഇതുണ്ട്, എല്ലാം ഈ കേവൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ മൊത്തം ഫാമാക്കി ഇത് പൊളിച്ച് ഇവിടെ വേണ്ട എൻട്രൻസ്. ഇത് നമ്മൾ തിരിച്ച് ഇവിടെ തന്നെ ബ്ലോക്ക് വയ്ക്കുന്നു. ഇവിടെ വയ്ക്കാം നമുക്ക് എൻട്രൻസും കാര്യങ്ങളും, ഫാമിലോട്ടുള്ള എൻട്രൻസും കാര്യങ്ങളും അവിടെ വയ്ക്കുന്നു. ഇനി നമുക്ക് ആവശ്യം കുറച്ച് സീഡ്സാണ്. നമ്മൾ നേരത്തെ കളക്ട് ചെയ്ത കോട്ടണിൻ്റെ സീഡൊക്കെ ഇല്ലേ, അതിന് മുമ്പ് ഞാൻ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ വീറ്റ് സീഡും മറ്റ് കാഡ്ബറി സീഡും നമ്മൾ എടുത്തിട്ടുണ്ട്. പോയപ്പോൾ ഞാൻ സ്നോ വേൾഡും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു, സ്നോ ബയോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഇവിടെ വയ്ക്കാൻ പറ്റില്ല. പിന്നെ ഒറ്റ വഴിയുള്ളൂ, മാറ്റിയ ബ്ലോക്കൊക്കെ നമ്മൾ തിരിച്ച് ഗ്ലാസ് കൊണ്ട് ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഫുള്ളും മറ്റേ വയ്ക്കാൻ പറ്റാത്ത ബ്ലോക്കൊക്കെ ഗ്രാസാക്കി മാറ്റി. ഇനി നമ്മൾ ഇവിടെ നടുക്കായിട്ട് കോട്ടൺ വയ്ക്കാം, കോട്ടൺ നടാം. ഓക്കെ, നമ്മൾ അടുപ്പിച്ച് വയ്ക്കുക.
അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊക്കെ വിളഞ്ഞോളും. ഇനി നമ്മൾ ഇവിടെ മറ്റേ കാഡ്ബറി സീഡ്, കാഡ്ബറിയുടെ കാഡ്ബറിയും കാര്യങ്ങളും വയ്ക്കുന്നു. അപ്പോൾ അവിടെ അങ്ങനത്തെ ഒരു ഫാമും കാര്യങ്ങളും നമ്മൾ സെറ്റാക്കി. ഇവിടെ ഒരു കുട്ടി ഫാമും കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ചെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത്. നമുക്ക് ചെസ്റ്റും കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്ത് നമുക്ക് കാണാം. ഈ സമയത്ത് ഇതാണ് നമ്മുടെ വീടും കാര്യങ്ങളും എന്ന് പറയുന്നത് ഫുള്ള് സെറ്റപ്പാക്കി കഴിഞ്ഞു. ഇത് നമ്മുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വെള്ളം കാര്യങ്ങളൊക്കെ ഞാൻ നിറച്ചു. പിന്നെ നമ്മുടെ വീറ്റും കോട്ടണും കാഡ്ബറിയൊക്കെ വിളഞ്ഞിട്ടുണ്ട്. നടുക്ക് നമ്മൾ വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിച്ചു. ഇനി ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവിടെ വാതിൽ നമുക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ചുറ്റും ലീഫും കാര്യങ്ങളും വെച്ച് നമ്മൾ മൊത്തം വീട് ചുറ്റും ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഓടിച്ച് ഹലോ ഇത്രേ ഉള്ളൂ. നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറൊക്കെ മൊത്തം എന്തെങ്കിലുമൊക്കെ കല്ല് എന്തെങ്കിലുമൊക്കെ വെച്ച് ഡെക്കറേറ്റ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി ഇപ്പുറത്ത് ഈ റൂമിൽ കയറുമ്പോൾ ഇവിടെ ഫർണസും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ചെസ്റ്റിൽ ഇത് മൊത്തം നമ്മൾ സീഡ്, ക്യാരറ്റ് അങ്ങനത്തെ കോട്ടണും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. ഇതിൽ ഫുള്ള് മറ്റേ ചിക്കൻ, മട്ടൺ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ പെറ്റ് കേച്ചറും ഒക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഫുൾ ബ്ലോക്കും പിന്നെ അതേഴ്സും വല്ല ബെഡ് അതിനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതവിടെയൊക്കെ ഒരു മിനിറ്റ് ആ വാരടച്ച് വെക്കാം. ഓക്കെ, ഇനി നമ്മൾ തിരിച്ച് മുകളിൽ പോകുമ്പോൾ ഇവിടെ കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ ഇത് എൻ്റർ ചെസ്റ്റാണ്. ഇതിൽ പറയുന്നത് മൂൺ സ്റ്റോൺ ചെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും വെച്ചു. ഇനി നമ്മൾ ഇവിടെ ഈ ചെസ്റ്റിൽ വാല്യുബിൾസ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഡയമണ്ട് അങ്ങനത്തെ ഒക്കെ ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇതിൽ നമ്മൾ ടൂൾസും കാര്യങ്ങളൊക്കെയാണ് വെച്ചാൽ ഇവിടെ ബക്കറ്റ് വെക്കോട്ടെ. ബക്കറ്റ് അവിടെ പോട്ടെ. ഇവിടെ എന്ന് പറയുമ്പോൾ ഫുൾ ആർമർ സെറ്റും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് മൊത്തം പോർഷൻസും കാര്യമാണ്. ഈ XP പോർഷൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ XP കൂട്ടാനായിട്ടോ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൈൻഡ് ചെയ്യാൻ പോയപ്പോൾ കിട്ടിയാണ്. പിന്നെ നമുക്ക് വെഡിലാണെങ്കിൽ കിടക്കാം. ഇത് സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഈ ആഡ് കണ്ടാൽ പക്ഷേ എപ്പോൾ എടുക്കണില്ല. പിന്നെ നമ്മൾ തിരിച്ച് പോകുമ്പോൾ ഇവിടെ ബാൽക്കണിയാണ് കണ്ടോ. നമ്മൾ ടോർച്ചും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മളുടെ ബാൽക്കണി സെറ്റായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ചെയറും കാര്യം ഉണ്ടാകും. അത് ചെയർ നമ്മളെ ഇതിലില്ല, നമ്മളത് ഉണ്ടാക്കാനാണ് പോകുന്നത്. ഓക്കെ, അതിനെയാണ് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് നമ്മൾ ഈ സ്ലാബും കാര്യങ്ങളും എടുക്കുന്നു. സ്ലാബ് വെച്ചിട്ടാണ് നമ്മുടെ ചെയറും കാര്യങ്ങളും ഉണ്ടാക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇട്ട് 2 സ്ലാബ് വയ്ക്കുന്നു. ഇതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മൾ ഇങ്ങനെ സ്ലാബ് വയ്ക്കുന്നു. എന്നിട്ട് ഇവിടെ സ്ലാബ് വയ്ക്കുന്നു, ഇവിടെയും വയ്ക്കുന്നു. കണ്ടോ, ഇപ്പോൾ ഒരു ചെയർ സോഫ ലുക്ക് പോലെ ഇല്ലേ, അതേപോലെ തന്നെ 2 ബ്ലോക്ക് ഇടവിട്ട് നമ്മൾ ഇവിടെ ഒരെണ്ണം വയ്ക്കണം. കണ്ടോ, ഇപ്പോൾ ഇപ്പോൾ ആരെങ്കിലൊക്കെ വരാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ സംസാരിക്കാം. ഇപ്പുറത്ത് എന്നൊക്കെ പറഞ്ഞിരിക്കുക, അതേപോലെ ഇപ്പുറത്തിരുന്ന് പറയാം, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബാൽക്കണി. പിന്നെ ഇവിടെയൊക്കെ വല്ല കുടയും കാര്യങ്ങളൊക്കെ ഭാവിയിൽ നമുക്ക് വെക്കാം, നോക്കാം എന്തെങ്കിലും. പിന്നെ ഡെക്കറേറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. സോ ഇവിടെ പിന്നെ ഇത്ര തന്നെ ഉള്ളൂ. ഗ്ലാസ്, കോബിൾ സ്റ്റോൺ അത് തന്നെ ഉള്ളൂ. പിന്നെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഇതാണ് നമ്മുടെ വീട്. നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചാണ്, എന്നാലും ഒന്നുകൂടി കാണിക്കും. കണ്ടോ, ഒരു കുട്ടി ഫാം ഫുൾ. പിന്നെ ഇവിടെ മറ്റേ തുരങ്കം ഞാൻ എവിടെയാണ് ചങ്ക് നമ്മുടെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളത് അവിടെ നിന്ന് ഞാൻ മറ്റേ ഇത് കൊണ്ടുവയ്ക്കും. ഐസ് ബ്ലോക്കും കാര്യങ്ങളൊക്കെ സ്പീഡിൽ പോകാൻ തന്നെ. അതുപോലെ തന്നെ എല്ലാ തുരങ്കത്തിൽ നമ്മൾ കൊണ്ടുവയ്ക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പ് വ്യൂ കാണാം. ടോപ്പിലേക്ക് പോവാം. ഇത് ഈ മല കയറിയിട്ട് പോകുന്ന ഈ മല കയറാൻ ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വാട്ടർ മെലൺ വെറുതെ കഴിച്ചാൽ നമുക്ക് ജമ്പ് ബൂസ്റ്റും കാര്യങ്ങളും കിട്ടുന്നു. അതേപോലെ നമ്മൾ ഇപ്പോൾ കണ്ട പെട്ടെന്ന് തൊട്ട് നമുക്ക് ചാടിക്കയറി പോകും മല, ആ വാട്ടർ മെലൺ കഴിച്ചാൽ. നമുക്കിനി അത് നാട്ടണം, അല്ലെങ്കിൽ നമുക്ക് വാട്ടർ മെലൺ നഷ്ടപ്പെട്ടു. അയ്യോ, അങ്ങനെയില്ല. മുകളിൽ കയറട്ടെ. ഇതിൻ്റെ മുകളിൽ കയറി നോക്കുമ്പോൾ അതെ ഇങ്ങനെ ഇരിക്കുക. നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ കൊള്ളാമല്ലേ. ഇത് കണ്ട കറക്റ്റ് മൗണ്ടെയ്ൻസിൻ്റെ നടുക്കായിട്ട് നമ്മുടെ വീട് കൊണ്ട് വെച്ചു. അപ്പോൾ കൈസ് അപ്പത്തട്ടുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ പാർട്ട് 3 എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കാര്യങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഗൈസ്, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഗൈസ്.